ഇടുക്കിയിൽ വീണ്ടും കുരിശുമറയാക്കി കയ്യേറ്റ ശ്രമം. റവന്യൂ ഭൂമി കയ്യേറി പരുന്തുംപാറയിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിന് മുന്നിലാണ് കുരിശ് സ്ഥാപിച്ചത്. ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് വെച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. റവന്യൂ ഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയായിരുന്നു കുരിശ് നിർമ്മാണം. സംഭവത്തിൽ സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റക്കാർ വീണ്ടും കുരിശ് നിർമ്മാണത്തിന് മുതിരുകയാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കുരിശുമറയാക്കി കയ്യേറ്റത്തിനുള്ള ശ്രമമാണ് പരുന്തുംപാറയിലെ സജിത് ജോസഫ് നടത്തിയത്. ഈ മാസം 2-ാം തീയതി കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി. കയ്യേറ്റ ഭൂമിയിൽ നിർമ്മാണം തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പീരുമേട് ലാൻഡ് റവന്യൂ തഹസീൽദാരെ ചുമതലപ്പെടുത്തി. മഞ്ചുമല, വാഗമൺ, പരുന്തുംപാറ വില്ലേജുകളിലെ 5 സർവേ നമ്പറുകളുള്ള ഭൂമിയിൽ കളക്ടറുടെ നിരോധനാജ്ഞ. ഈ നിയന്ത്രണങ്ങളൊക്കെയും കാറ്റിൽ പറത്തിയാണ് കയ്യേറ്റക്കാരന്റെ കുരിശ് നിർമ്മാണം. കുരിശ് മറ്റെവിടെയോ നിർമ്മിച്ച് കയ്യേറ്റ ഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചെന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇതിൽ നിന്ന് തന്നെ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാണ്. പ്രദേശവാസികളോട് ധ്യാന കേന്ദ്രം നിർമ്മിക്കുന്നുവെന്നാണ് കയ്യേറ്റക്കാരൻ പറഞ്ഞത്. മാധ്യമ വാർത്തകൾ സജീവമായതോടെ കുരിശ് നീക്കം ചെയ്തു. പരുന്തുംപാറയിൽ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയ ആൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. 2017 പാപ്പത്തിച്ചോലയിൽ സ്വകാര്യ വ്യക്തി കയ്യേറി സ്ഥാപിച്ച കുരിശ് റവന്യൂ വകുപ്പ് നീക്കം ചെയ്തിരുന്നു. സത്യത്തിൽ ഇത് വിശ്വാസികളോട് ചെയ്യുന്ന ഒരു വഞ്ചന കൂടിയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കുറച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടുക്കിയിൽ വ്യാജരേഖ ഉണ്ടാക്കിയും റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചും നടത്തുന്ന കയ്യേറ്റങ്ങൾ പുറത്തു വരുന്നത്. കയ്യേറ്റം തിരികെ പിടിക്കാൻ ശ്രമിച്ചാൽ കുരിശ് സ്ഥാപിച്ച് പ്രതിരോധിക്കുന്ന കുടിലതന്ത്രവും ഭൂമാഫിയ പ്രയോഗിക്കുന്നത് ഗൗരവതരമാണ്. പരുന്തുംപാറ, ചൊക്രമുടി, മഞ്ചുമല, ഇങ്ങനെ വാഗമൺ, ഇങ്ങനെ 3 വില്ലേജുകളിലെ 5 സർവേ നമ്പറുകളിലായി കയ്യേറ്റം നടന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 5 വില്ലേജുകളിലാണ് പ്രധാനമായും കയ്യേറ്റം നടന്നിരിക്കുന്നത്. സനീഷ്, അതിൽ ഈ കുരിശിൻ്റെ മറവിൽ കയ്യേറ്റം നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ്. കാരണം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുറം ലോകം അറിയാതെ കയ്യേറ്റം നടത്തിയിട്ട് അവിടെ ഒരു നടപടി ഉണ്ടാകുമ്പോഴേക്ക് ഓടിപ്പോയി അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുന്നത്. പരുന്തുംപാറയിലെ കയ്യേറ്റം 2024 ജൂണിലാണ് ഉണ്ടായത്. അത് പുറം ലോകം അറിയുന്നത് മുമ്പേ ഉണ്ടായതാണ്. പുറം ലോകം അറിയുന്നത് 2024 കയ്യേറ്റ റിപ്പോർട്ട് പീരുമേട് തഹസിൽദാർ കളക്ടർക്ക് നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇത് കൂടുതൽ അടുത്ത നടപടികളിലേക്ക് കിടക്കുന്നത്. കയ്യേറ്റക്കാരൻ കൊട്ടാരത്തിൽ സജിത് ജോസഫ് എന്നയാളാണ്. ഈ സജിത് ജോസഫിനെതിരെയാണ് ഇതിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 100 ഏക്കറിലധികം ഭൂമി ഈ സജിത് ജോസഫ് കയ്യേറി എന്നതാണ് റിപ്പോർട്ട്. രേഖകളുടെ ബലത്തിൽ 40 ഏക്കർ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 40 ഏക്കർ, ഇത് ചെറിയ കണക്കൊന്നുമല്ല കേട്ടോ. മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റം എന്നാണ് ഇക്കാര്യത്തിൽ റവന്യൂവിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവിടെ റവന്യൂ വകുപ്പ് ഇപ്പോൾ വേഗത്തിൽ നടപടികളിലേക്ക് പോകുന്നു. ഈ കെട്ടിടം പണിത് ഉയർത്തുമ്പോൾ നടപടികൾ എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ റിസോർട്ട് മാഫിയ തന്നെയാണ് ഈ കയ്യേറ്റത്തിന് പിന്നിൽ എന്നുമാണ് വിലയിരുത്തുന്നത്. 4 നിലകളിലായി 400 പേർക്ക് താമസിക്കാവുന്ന 5 കെട്ടിടങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ്. പീരുമേട് വില്ലേജിൽ സർവേ നമ്പർ 543 സജിത്ത് ഭൂമി വാങ്ങിയതായാണ് രേഖയുള്ളത്. റിസോർട്ട് നിർമ്മാണം മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിലാണ്. അതാണ് അതിൻ്റെ ഒരു വിചിത്രമായ കാര്യം. ലാൻഡ് രജിസ്റ്ററിൽ ഇത് റവന്യൂ ഭൂമിയായാണ്, ഈ സർവേ നമ്പറിലെ ഭൂമി റവന്യൂ ഭൂമിയായിട്ട് കിടക്കുന്നത്. ഇവിടെ വലിയ കുളം നിർമ്മിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇങ്ങനെ സർവേ നമ്പർ മാറിക്കിടക്കുന്ന സാഹചര്യമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഈ കുളം അപകടമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ സർവേ നമ്പർ മാറിക്കിടക്കുകയാണെങ്കിൽ അത് പരിശോധിച്ച കാര്യത്തിൽ ഉറപ്പുവരുത്തിയതിനു ശേഷം വേണമല്ലോ കെട്ടിടം പണിയാൻ. സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക്, തീരുമാനങ്ങൾക്കൊക്കെ പുല്ലുവിലയാണ് ഇവർ കൽപ്പിക്കുന്നത്. 1 വർഷം മുമ്പ് റിസോർട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. അപ്പോൾ എന്നിട്ടും അവിടെ പണിയാണ് എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസർ സ്ഥലം മാറിയതോടെയാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയത്. അതായത് ഒരു വില്ലേജ് ഓഫീസർ ഇരുന്നാൽ കെട്ടിട നിർമ്മാണം തടയും, അടുത്ത വില്ലേജ് ഓഫീസർ വന്നാൽ തുടങ്ങും. അതായത് ഈ മാർച്ച് 2 തഹസിൽദാരുടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഈ മാർച്ച് 2 മാർച്ച് 6 5 സർവേ നമ്പറുകളിൽ കളക്ടറുടെ നിരോധനാജ്ഞയും വന്നു. കാരണം ഇങ്ങനെ കെട്ടിടം പണി നിർബാധം തുടരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ നിരോധനാജ്ഞ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യം ഭൂമാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ലാതെ ഇത് സാധ്യമാവില്ലല്ലോ. വ്യാജരേഖ ഉണ്ടാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. സർക്കാർ ഭൂമി തിരിച്ചറിയാൻ അതിർത്തി നിർണയമില്ല എന്നുള്ള പ്രശ്നം ഇവിടെയുണ്ട്. അങ്ങനെ സർവേ നമ്പർ മാറിക്കിടന്നാൽ അത് തീർച്ചയായും കണ്ടെത്തിയതിന് ശേഷം മാത്രം അവിടെ കെട്ടിടം പണിയേണ്ടതുണ്ട് എന്നുള്ളതുണ്ട്. കയ്യേറ്റം മറയ്ക്കാൻ ഈ കുരിശ് കൊണ്ടുവയ്ക്കുന്ന ഇടപാട് പിന്നെയും അവിടെ ഒന്ന് ശ്രമിച്ചു പാളി എന്നേ ഉള്ളൂ. ഒരു പൊള്ള കുരിശ് അവിടെ കൊണ്ടുവന്ന് വെച്ചെങ്കിലും അത് ശ്രമിച്ചു പാളി.
മാർച്ച് 9 പരുന്തുംപാറയിലെ റിസോർട്ടിന് മുന്നിൽ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കുരിശാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചത്. അതൊരു ധ്യാന കേന്ദ്രമാണ് അവിടെ നിർമ്മിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരിശ് അവിടെ കൊണ്ടുവച്ചത്. നേരത്തെ പാപ്പാത്തിച്ചൊല്ലിയിൽ കുരിശ് കൊണ്ടുവച്ച സംഭവം 2017 ആ സംഭവം ഏതാണ്ട് സമാനമായതായിരുന്നു. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയാണ് അവിടെ ഭൂമിയിൽ കുരിശ് കൊണ്ടുവച്ചത്. അന്ന് പാപ്പാത്തിച്ചോലയിൽ കുരിശ് കൊണ്ടുവച്ചത്, മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പാപ്പാത്തിച്ചോലയിൽ. അതും അന്ന് സർക്കാർ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഇവിടെയും സർക്കാർ പൊളിച്ചു നീക്കിയിരിക്കുന്നു. പാപ്പാത്തിച്ചോലയിൽ കുറച്ചുകൂടെ ഉറപ്പുള്ള കുരിശായിരുന്നു കേട്ടോ. അത് റവന്യൂ വകുപ്പ് മറിച്ചിടാൻ വേണ്ടിയിട്ട് JCB ഒക്കെ കൊണ്ടുവരേണ്ടി വന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ JCBയുടെ ഒന്നും സഹായമില്ല. അത് സനീഷും കണ്ടു കാണുമല്ലോ. തട്ടിക്കൂട്ടിയ ഉള്ളു പൊള്ളയായ ഒരു കുരിശാണ് കൊണ്ടുവച്ചത്. ഇതിപ്പം ഒരു കാര്യമുണ്ട്, ഇടുക്കിയിൽ ഈ ടൂറിസത്തിൻ്റെ വികസന സാധ്യതയൊക്കെ വല്ലാതെ കിടക്കുന്നത് കൊണ്ട് അവിടെ കയ്യേറ്റ ശ്രമം വല്ലാതെ രൂക്ഷമായിട്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ടാണ് ഈ കയ്യേറ്റം എന്നത് 20-25 വർഷത്തിനിടയ്ക്കാണ് കയ്യേറ്റം ഏറ്റവും സജീവമായി ഉണ്ടാകുന്നത്. അതിന് മുമ്പ് കുടിയേറ്റക്കാരുടെ ഒരു കാലമായിരുന്നു. കുടിയേറ്റക്കാർ മറ്റൊന്നാണ്, അവരുടെ ഉപജീവനത്തിനായി ഈ സംസ്ഥാനവും രാജ്യവും തന്നെ താല്പര്യപ്പെട്ട പോയി കൃഷി ചെയ്തവരാണ്. അതിനപ്പുറത്ത് ഈ കയ്യേറ്റത്തിലേക്ക് കിടക്കുമ്പോഴാണ് അതിനൊരു മാഫിയയുടെ സ്വഭാവം കൈവരുന്നത്. ഈ നിലയ്ക്കുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് ഈ മതത്തെ കൂടി ആ നിലയ്ക്ക് എടുത്ത് മുന്നിൽ വെക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നത്. എന്താണ് സനീഷിൻ്റെ? അതാണ് ഇപ്പോൾ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഹർഷം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടുത്തെ നമ്മുടെ മുന്നിൽ മൂന്നാർ സംഭവങ്ങളുടെ കാലത്ത് VS അച്യുതാനന്ദ സംഭവം ആ കാലം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒടുവിൽ പറഞ്ഞ കാര്യമുള്ളൂ. എനിക്കതിനകത്ത് ഈ ഒരുപാട് കാര്യങ്ങൾ ഈ കുരിശ് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ PK എന്ന് പറയുന്ന ആമിർ ഖാൻ്റെ വലിയ സിനിമയുണ്ട്, വലിയ ഹിറ്റാണ്. അത് ഇൻ്റർനാഷണൽ ഹിറ്റായിട്ടുള്ള PK എന്ന് പറയുന്ന സിനിമ. അതുപോലൊരു സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാലത്ത് ഇറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് വലിയ ഹിറ്റായിട്ട് വന്നതാണ്. PKയിലൊരു സീനുണ്ട്. ഈ ആമിർ ഖാൻ ഒരു വലിയ കല്ലെടുത്തിട്ട് ഒരു മരത്തിന് കീഴിൽ ഇങ്ങനെ കുത്തി സ്ഥാപിക്കും. എന്നിട്ട് ചില്ലറ പൈസ എടുത്തിട്ട് അവിടെ ഇടും. ചില്ലറ പൈസ ഒരു വെറ്റിലയുണ്ടല്ലോ, ആ ഇലയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് കൂടെയുള്ള ആളോട് പറയും, ഇതിപ്പോൾ 15 മിനിറ്റിനകത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആകും കണ്ടോ എന്ന് പറഞ്ഞ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ചില്ലറയും ആ വെറ്റില വാങ്ങാനുള്ള പൈസയും ഇതിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആകും കണ്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും മാറിയുന്നു. നായകനും ആമിർ ഖാനും എല്ലാവരും കൂടെ മാറി നിൽക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോഴേക്ക് കല്ലിന് മുന്നിലേക്ക് ആളുകൾ വരികയാണ്. ഈ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ പ്രാർത്ഥിക്കുന്നു, ചില ആളുകൾ വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ ഒരു കല്ലെടുത്ത് അവിടെ വെച്ചാൽ അതിന് ഫിലോസഫിക്കലായുള്ള അർത്ഥം വേറെയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കല്ലെടുത്ത് അവിടെ വെച്ചിട്ട് ആ സ്ഥലം ഒരു ദൈവികമായിട്ടുള്ള സ്ഥലമാണ് എന്ന് സ്ഥാപിച്ചാൽ പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് ദൈവികമായിട്ടേ നോക്കാൻ പറ്റും. ആൾ വന്നു. അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്ന ഒരു ദൈവികമായിട്ടുള്ള സിമ്പിളാണല്ലോ, ഒരു അടയാളാണല്ലോ. അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് സർക്കാരിന് പോലും വരാൻ പറ്റില്ല എന്നാണ് ഈ സജിത് ജോസഫ് വിചാരിച്ചത്. മനസ്സിലായില്ലേ? അതാണ് ഈ കുരിശ് കൃഷി നടത്തുക എന്ന പരിപാടിയുടെ ഒരു ഉദ്ദേശം. പക്ഷേ നമ്മളിപ്പോഴും നമ്മുടെ നാടിപ്പോഴും ഇത്തരം പരിപാടികൾക്ക് കുരിശ് കണ്ടാൽ ഉടനെ വെക്കുന്ന എല്ലാ കുരിശും ഏത് പൊള്ള കുരിശും വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള കുരിശാണ് എന്നതിലേക്ക് അവർ നിൽക്കാൻ തയ്യാറല്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കള്ള കുരിശുകളെ തിരിച്ചറിയാനും യഥാർത്ഥ ദൈവികമായിട്ടുള്ള ഈ ആരാധനാ ബിംബങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള നാടാണ് കേരളം ഇപ്പോഴും. അതുകൊണ്ടാണ് അപ്പം തന്നെ തട്ടി താഴെ കിട്ടത്. അല്ല, മാത്രമല്ല അത് മത നേതൃത്വവും ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു പൊസിഷൻ എടുത്തു. ഇത് ഈ നിലയ്ക്ക് ഒരു വിശ്വാസികളുടെ കുരിശല്ല, ക്രിസ്തുവിൻ്റെ കുരിശല്ല എന്ന് പറയാൻ തന്നെ മത നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ്. സനീഷ്, ഇതിനകത്തൊരു കൗതുകരമായ കാര്യം, ഈ പറയുന്ന ഈ കുരിശിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടുന്ന് കുറച്ചങ്ങോട്ട് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക്, എൻ്റെ നാട് ഇടുക്കിയിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം. ഈ ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പോകുമല്ലോ. അപ്പോൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് അത് എസ്റ്റേറ്റ് ഭൂമിയാണ് കേട്ടോ. ഈ എസ്റ്റേറ്റ് ഭൂമി കയ്യേറാനും ഇത്തരം മതചിഹ്നങ്ങളെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു എസ്റ്റേറ്റിനകത്ത് നോക്കുമ്പോൾ അത്ഭുത കുരിശ്, ഒരു കുരിശ് പണ്ടുണ്ട്, ഒരു മുമ്പ് ചെറിയൊരു കുരിശ്, അത് പിന്നീട് അത്ഭുത കുരിശായി മാറി. അത്ഭുത പ്രവർത്തികളുടെ കുരിശ്, അവിടെ വലിയ ബോർഡുണ്ട് അത്ഭുത പ്രവർത്തികളുടെ കുരിശ്. അത് പോട്ടെ, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ നേരെ എതിർവശത്തുള്ള എസ്റ്റേറ്റിൻ്റെ ഒരു മലയിൽ അത്ഭുത പ്രവർത്തികൾക്ക് കാരണമാകുന്ന കുരിശിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് കാരണമാകുന്ന ശൂലം ഇപ്പുറത്ത് അടുത്ത മതത്തിന്റെ അവിടെ വന്നു. അത് അങ്ങനെ തന്നെ ബോർഡ് വെച്ചിരിക്കുകയാണ്. അത്ഭുത പ്രവർത്തികൾക്ക്, ഇവിടുത്തെ അത്ഭുത പ്രവർത്തികൾക്ക് യഥാർത്ഥ കാരണമാകുന്നത് ഈ ശൂലമാണ്, ഇവിടുത്തെ ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു കാരണം പറഞ്ഞ് അവിടെ ഒരു ഇത് ഏതെങ്കിലും മതത്തെ ഇപ്പൊ കുരിശ് കൃഷി എന്നതൊക്കെ വർഗീയവാദികൾ ഇങ്ങനെ ഏകപക്ഷീയമായി ക്രൈസ്തവരെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ വേറൊരു തമാശ കഥയും കൂടെ പറയാം. അവിടെ ഒരു റോഡ് സൈഡിൽ ഇത് നേരത്തെ അമീർ ഖാന്റെ കഥ പറഞ്ഞ പോലെയാണ്. അവിടെ റോഡ് സൈഡിൽ ഒരു അമ്പലം ഒരു ദിവസം ഉണ്ടാവുന്നത് ഈ മറ്റേ ബിറ്റുമീൻ കൊണ്ടുവരുന്ന ടാറൊക്കെ കൊണ്ടുവരുന്ന വലിയ ഡ്രം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡ്രം ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ട് ആ ഡ്രമ്മിന് മുകളിലേക്ക് ഒരു ഹോസിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറ്റിച്ച് വീഴുന്നു. അവിടെ ഒരു ശിവലിംഗം കൊണ്ടുവെക്കുന്നു. ശിവലിംഗം പോലെ ഒരു സംഗതി.
അത് പിന്നെ അറിയപ്പെട്ടിരുന്നത് ഡ്രം സ്വാമി എന്നാണ്. ഞാൻ എല്ലാവരും ഡ്രം സ്വാമിയുടെ സ്റ്റോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ കയ്യേറ്റത്തിന് പല നമ്പറുകളും ഈ മട്ടിലെ ആളുകൾ പ്രയോഗിക്കും. എനിക്കിതിനകത്ത് ഈ സജിത് വർഗീയമായി കാണരുത്, വർഗീയമായി കാണരുത്. ഈ സജിത് ജോസഫ് നമുക്ക് നാളെ അവിടെ ഒരു കുരിശ് കൊണ്ട് സ്ഥാപിച്ചേക്കാം, അതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തീരുമാനമെടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, അത് ചിത്രീകരിച്ച് ആലോചിക്കാൻ ഭയങ്കര തമാശ. ഇനിയിപ്പോ ഇതിനകത്തൊരു കാര്യം, ആ പി സി ജോർജ്, തൊട്ടടുത്താണ് പി സി ജോർജ് ഇട്ട് പാര വെക്കാനെങ്ങാണ്ട് സജിത് ജോസ് ചെയ്തതാണോ എന്നും കൂടി സംശയിക്കണം. കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയവുമായി അവിടെ ഇപ്പൊ തൊട്ട് മുമ്പ് പാഞ്ചാലിമേട്ടിൽ ഇതുപോലെ കുരിശുണ്ടായപ്പോൾ അവിടെ സംഘപരിവാർ വളരെ ശക്തമായി അതിനെതിരായി രംഗത്ത് വരികയും വലിയ വർഗീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെരിതിരിവ് ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ വിഷയം പോവുകയൊക്കെ ചെയ്തതാണ്. ഇതിപ്പോ തൊട്ടടുത്തുള്ള പി സി ജോർജ് ഈ വിഷയത്തെ എങ്ങനെ ആയിരിക്കും. എന്തായാലും 2017 പാപ്പാത്തിച്ചോലയിൽ പൊളിച്ച കുരിശിന് സമാനമാണ് പരുന്തുംപാറയിലെ കുരിശും. രണ്ടും കയ്യേറ്റക്കാരുടെ കുരിശാണ്, ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്രിസ്ത്യാനികളുടെ കുരിശല്ല. അതുകൊണ്ടാണ് ഗീവർഗീസ് മാർ കൂറിലോസ് നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിന്റെ കുരിശിനെ അവഹേളിച്ച് ഭൂമി കയ്യേറുന്ന കുരിശുകളെ മുളയിലെ നുള്ളണമെന്നും തകർക്കണമെന്നും ആവശ്യപ്പെട്ടത്. സർക്കാർ കയ്യേറ്റ കുരിശ് പറിച്ചപ്പോൾ എതിർക്കാനും ക്രൈസ്തവരാരും ഉണ്ടായിരുന്നില്ല, കയ്യേറ്റക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 400 മുറികളുള്ള റിസോർട്ടിന്റെ കാര്യമാണ്. കുരിശിന് വഴങ്ങാത്ത നിയമ സംവിധാനങ്ങൾ കാശിനും വഴങ്ങില്ല എന്ന് തന്നെ നമുക്ക് കരുതാം.